ബിഗ് ബോസിലെ ലൈവില് പണിപ്പുരയിൽ കയറുന്നതിന് വേണ്ടി പുതിയതായിട്ട് വന്ന 5 പേർക്കുണ്ടല്ലോ, ടാസ്ക് ഉണ്ടല്ലോ. ആ ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ടാസ്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ മറ്റുള്ളവരറിയാതെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഭീരുത്വം, ബുദ്ധിശക്തി, അലസത. ഈ 3 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിലുള്ളവര് 1 മുതൽ 16 സ്ഥാനം വരെ കൊടുക്കാനാണ് ടാസ്ക്. അപ്പൊ അവർക്ക് അതിന് ഒരു 5 മിനിറ്റ് കൊടുത്തിട്ട് ഇവര് മാറി നിന്ന് ഈ 1 മുതൽ 6 സ്ഥാനം കണ്ടെത്തുന്നുണ്ട്. 1-ാം സ്ഥാനം കൊടുക്കുന്നത് ജിസേലിനും, 2 അനീഷിനും, 3 നൂറയ്ക്കും, 4 ഷാനവാസിനും, 5 ഒനിയനും, അല്ല 5 ബിന്നിക്കും, 6 അക്ബറിനും, 7 ഒനിയനും, 8 അബിക്കും, പിന്നെ രേണു, പിന്നെ അപ്പാനി, പിന്നെ നിവിന്, രേണു സുധി, പിന്നെ അനുവിന് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് കൊടുക്കുന്നു, ശൈത്യക്കും ആര്യനും കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാനങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും ഈ വീട്ടുകാരോട് ചോദിക്കും, ഇവര് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ 16 സ്ഥാനങ്ങൾ ഈ 3 എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലേതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ 5 പേരിൽ നിന്നും ഒരാളെ പണിപ്പുരയിൽ കയറുന്നതിൽ നിന്നും ഒഴിവാക്കാനുള്ള അവസരം ആർക്കുണ്ട്? വീട്ടില് ഉള്ള പഴയ മത്സരാർത്ഥികൾക്കുണ്ട്. അങ്ങനെ പഴയ മത്സരാർത്ഥികളെല്ലാം കൂടെ ചർച്ച ചെയ്ത് കണ്ടെത്തുന്ന ശരിയായ ആൻസറാണ് അവർ കണ്ടെത്തുന്നത്. ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരും ഇവരെ തിരഞ്ഞെടുത്തതെന്ന് അവര് കണ്ടുപിടിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവര് വിജയിക്കുന്നു. അങ്ങനെ പണിപ്പുരയിൽ പോകാൻ 5 പേരിൽ നിന്നും ഒരാളെ ഒഴിവാക്കിയത് ആരെയാണ്? മസ്താനിയെ. പണിപ്പുരയിൽ കയറാനുള്ള അനുമതി കൊടുക്കത്തില്ല.